ഒരു പെണ്ണ് തൻ്റെ ആണിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയണം. പ്രകൃതി എന്താണെന്ന് അറിയണം. ഏത് കാര്യമാണ് അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നത് എന്നറിയണം. ഇപ്പോൾ ചില ആണുങ്ങൾക്ക് ചില വിഷയം, ചിലപ്പോൾ ഡ്രസ്സ് ഇസ്തിരിടുന്ന കാര്യക്കാരം കൂടുതലൊരു പ്രശ്നം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പ്രശ്നം ഭക്ഷണക്കാരം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം എന്തെങ്കിലും ഒരു വൃത്തിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, മരത്തങ്ങോട്ട് കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു പൊടിയാ കടലാസ് എന്തെങ്കിലും കണ്ട് അപ്പം അങ്ങോട്ട് ദേഷ്യം പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി ഭക്ഷണം എന്തായാലും ചിലപ്പോൾ അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെ ഭക്ഷണം എന്തുണ്ടെങ്കിൽ കൊടുത്താലും മൂപ്പര് എന്ത് ചെയ്യും, കേട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. ചില ആൾക്കാർക്ക് എന്താവും, ചില ആൾക്കാർക്ക് മരം എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, അലമാര എങ്ങനെ വാരി ചില ഭക്ഷണം അത് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അത് ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കും. പ്രകൃതിയാണ്. ആ പ്രകൃതി ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാ? പെണ്ണ്. ആദ്യം ഭർത്താവിനെ പഠിക്കണം. റസൂലിൻ്റെ ഒരു ഹദീസ് ഉണ്ട്, എന്താ അറിയോ, ഒരു കല്യാണം കഴിച്ചു കൊടുന്നാൽ 7 ദിവസം, കന്യകയാണെങ്കിൽ 7 ദിവസം ആ പെണ്ണിന് വീട്ടിലെ പണിയോ ജോലികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല. അവൾക്ക് എന്ത് ചെയ്യണം, പൂർണ്ണമായ റെസ്റ്റ് കൊടുക്കണം ഒരാഴ്ച. കന്യകയാണെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ 7 ദിവസങ്ങളൊക്കെ മാറ്റേണ്ട വ്യത്യാസമുണ്ട്. ഇതെന്തിനാണെന്നറിയോ ശരിക്ക്? ഇത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതെന്തിനാ ശരിക്ക്? ഈ പെൺകുട്ടി വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. ഇവൻ്റെ ആണിൻ്റെ പ്രകൃതി എന്താണ്, ഇവൻ്റെ സ്വഭാവം എന്താണ്, പെരുമാറ്റം എങ്ങനെയാണ്, ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, ഇതൊന്നും അറിയില്ല. ഇത് പഠിക്കാനുള്ളതാണ്. ഇത് പഠിക്കണം, മനസ്സിലാക്കണം, ശരിക്കും വേണ്ടതാണ്. ഈ ആണിനെ പെണ്ണ്, നമ്മളെ ഈ പെൺകുട്ടികൾക്കൊക്കെ ഉള്ള ഈ നമ്മൾ ഈ വിവാഹിതരായ ഇവരൊക്കെ മബദ്ധ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായില്ലേ, അവർക്കൊക്കെ ആ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ ഇതാണ്, അറിയിച്ചു കൊടുക്കുന്ന കാര്യം. ഇത് ശരിക്കും അറിയണം.